ഹലോ ഗൈസ്, ഇത് നമ്മൾ തൈപ്പൂയത്തിനകത്ത് ഫ്രണ്ടിലത്തെ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോണത്. അപ്പം ഓൾറെഡി ഇവർ കുറേ വർഷങ്ങളായിട്ട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചിക്കും ചേട്ടനൊക്കെ ഇതിനെക്കുറിച്ച് നല്ലൊരു ഊഹമുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അങ്ങനെ ഇതൊരു 9:30 മണിയാണ് രാവിലെ. എങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിലോട്ട്. ഒരുപാട് എന്താ പറയണേ, കാവടിയും ഒക്കെ എപ്പോഴും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഓൾറെഡി വെള്ളം കൊടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ ആൾക്കാർ ഇങ്ങോട്ടൊന്ന് ചോദിച്ചു തുടങ്ങി. കാര്യം എല്ലാ വർഷവും കൊടുക്കുന്നില്ലേ, വെള്ളം ഇല്ലേന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പെട്ടെന്ന് മോരും വെള്ളമൊക്കെ മിക്സ് ചെയ്ത്, മോരും വെള്ളമാണ് കറക്റ്റായിട്ട് മിക്സ് ചെയ്യേണ്ടത്. കാര്യം അതിനകത്താണല്ലോ കൂടുതൽ ചേരുവകളുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില അരച്ചതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ചേച്ചി ജ്യൂസ് ഇപ്പോൾ ഒരു 6ാമത്തെ തൊട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഐസ് ഇട്ടിട്ട് സ്ക്വാഷ് കലക്കി വെച്ചു. മോരും വെള്ളത്തിനകത്ത് ഐസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊന്ന് മഞ്ഞനീരായിട്ട് കാണാൻ വേണ്ടി പോയിട്ടോ. കാര്യം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ഇതെനിക്കൊരു അത്ഭുതമായിരുന്നു. തിരിച്ചെത്തിയപ്പോഴത്തേക്കും ചേച്ചി ഓൾറെഡി മോരും വെള്ളമൊക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ ഞാനും ജോയിൻ ചെയ്തു കേട്ടോ. ഞാൻ അപ്പോഴത്തെ സ്ക്വാഷ് ഒഴിക്കാനാണ് നിന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഒത്തിരി ആൾ വരുന്നുണ്ടായിരുന്നു. ഒത്തിരി ആളെന്ന് വെച്ചാൽ ഒത്തിരി, ഞങ്ങൾക്ക് ഒരു ഊഹം പോലും ഇല്ല. അമ്മയെ ഹെൽപ്പ് ചെയ്തു. അതിനിടയ്ക്ക് എൻ്റെ ബ്രദറും ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവരും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യ കഴിക്കായിരുന്നു. ഇതാണല്ലോ മെയിൻ, ഉത്സവത്തിനന്ന് മെയിൻ ഫുഡാണല്ലോ. അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി കഥയൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും അവന്മാർ വീട്ടിൽ പോയി. അപ്പോഴത്തേക്കും തന്നെ 3 മണി 4 മണി ആയതുകൊണ്ട് പുറത്തിറങ്ങി ഗ്ലാസ് എല്ലാം ഞങ്ങൾ തന്നെ തൂത്ത് തീയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു 6 മണി 7 മണിയായപ്പോൾ ഞങ്ങളൊരു ഉത്സവം കാണാൻ ഇറങ്ങി. മിച്ചുവിനെയും ചേട്ടനെയും നിങ്ങൾ സ്പോട്ട് ചെയ്തോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഉത്സവം മൊത്തം കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ കൂടെ എല്ലാം കറങ്ങി. അടിപൊളി ഉത്സവമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ചാർജ് കുത്താൻ സമയം കിട്ടിയില്ല. അങ്ങനെ മാക്സിമം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉത്സവത്തിൽ നിന്ന് കുറച്ച് കുലുക്കിയും പിന്നെ നമ്മൾ കമ്മലൊക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.